കർത്താവിന്റെ അതിപരസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർന്ന് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്ത് ദൈവനെ ചിന്തിക്കുക. ഒരു ദൈവത്തിന് ഭാഗം വായിക്കുന്നു. 39 സങ്കീർത്തനം, അതിന്റെ 3-ാമത്തെ വാക്യം. എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്റെ ധ്യാനത്തെങ്കിൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. മനുഷ്യൻ ക്ഷണികനാണെന്ന് ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ കൂടെ രേഖപ്പെടുത്തുക. മനുഷ്യ ജീവിതം, മനുഷ്യനൊക്കെ ക്ഷണികമാണ്, ക്ഷണിക ജീവിതമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദ്രവത്വമുള്ളതാണ്, ദ്രവിച്ചു പോകുന്നതാണ്, മർത്യമായ മരിച്ചു പോകുന്നതാണ് മനുഷ്യന്റെ അവസ്ഥയാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളൊരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ചാണ് നാം വായിച്ച വചനം. എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. പ്രൈസലോ. ഹൃദയത്തിന് ചൂട് പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ചിന്തയ്ക്കും ബുദ്ധിക്കും ഒതുങ്ങി എന്ന് വരുന്നില്ല. കാരണം നമ്മൾ ചൂട് പിടിക്കുന്ന കാണുന്നത് ഒന്നുകിൽ നമ്മൾ നല്ല സൂര്യപ്രകാശമുള്ള സമയത്ത് പുറത്തിറങ്ങി സൂര്യന്റെ വെളിച്ചം കൊള്ളുമ്പോൾ നമുക്ക് നല്ല ചൂട് അനുഭവിക്കാം. ഹല്ലേലൂയ. അല്ലെ തിളച്ചു നിൽക്കുന്ന എന്തെങ്കിലും ചൂടുള്ള സാധനം നമ്മുടെ ശരീരത്തിൽ മുട്ടുമ്പോൾ അപ്പോൾ നമുക്ക് ചൂട് അനുഭവിക്കാൻ കഴിയും. ഇനി എന്റെ സ്തോത്രം, എന്റെ ഉള്ളിൽ ഹൃദയത്തിന്റെ ചൂട് പിടിച്ച എന്തെങ്കിലും ചൂടുള്ള സാധനങ്ങൾ നമ്മളിൽ മുട്ടിയെങ്കിൽ മാത്രമേ ചൂട് അനുഭവിക്കാൻ കഴിയുള്ളൂ. അതും പുറമെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. എന്നിട്ട് ദാവീദ് പറയും, എന്റെ ഉള്ളിൽ ഹൃദയത്തിൽ ചൂട് പിടിച്ചു. പിന്നെ പറയുന്നത് എന്റെ ധ്യാനത്തിൽ തീ കത്തി. അപ്പോൾ ഹൃദയത്തിൽ ചൂട് പിടിക്കാൻ കാരണം എന്താ? തന്റെ ദൈവസന്നിധിയിലുള്ള ദൈവവചന ധ്യാനവും പ്രാർത്ഥനയാണ് ഹല്ലേലൂയ തീ കത്താൻ കാരണമായത്. തീ കത്തുക എന്നൊക്കെ പറഞ്ഞ ദാവീദിന്റെ കാലവും ഈ കാലഘട്ടവും നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളെ പെന്തക്കോസ്ത് നാളിലേക്കൊക്കെ പോയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ആദിമസഭയെക്കുറിച്ചൊക്കെ പഠിച്ചാൽ നമ്മുടെ ധ്യാനത്തിൽ തീ കത്തി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ചില സംഭവങ്ങളെ ഞാൻ ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. വിശുദ്ധ തിരുവെഴുത്തിലും ചില ഭാഗങ്ങൾ എന്നെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് അതുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ ചൂട് പിടിക്കുന്നു. നമ്മുടെ ധ്യാനത്തെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം തീ കത്തുന്നുണ്ടോ? നാവെടുത്ത് സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൽ നമുക്ക് കഴിയുന്നുണ്ടോ? പ്രൈസലോ. ഇതൊരു ചോദ്യമായിട്ട് നിൽക്കുക. ധ്യാന ജീവിതം ഹൃദയത്തിലേക്ക് തീയും ചൂടും കൊണ്ടുവരുന്നതാണെന്ന് ഇസഹാക്ക് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇസഹാക്കിന്റെ ചരിത്രം പഠിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ധ്യാന പുരുഷനായിരുന്നു ഇസഹാക്ക്. ഹല്ലേലൂയ. ഇസഹാക്കിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ 24-ാം അധ്യായത്തിന്റെ 62 വാക്യങ്ങൾ വായിക്കും. എന്നാൽ ഇസഹാക്ക് ബെർലഹോയി വരെ വന്നു. അവൻ തെക്കേ ദേശത്ത് പാർക്കുകയായിരുന്നു. വൈകുന്നേരത്ത് ഇസഹാക്ക് ധ്യാനിപ്പാൻ വെളിപ്രദേശത്ത് പോയിരുന്നു. അവൻ തലപൊക്കി നോക്കി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. റിബേക്കയും തലപൊക്കി നോക്കി ഇസഹാക്കിനെ കണ്ടു. ഇത് ചരിത്രവചനം ഇസഹാക്കിന്റെ ധ്യാനമാണ് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹല്ലേലൂയ മണവാളനായ ഇസ്ഹാക്ക് ക്രിസ്തുവിന്റെ ദൃഷ്ടാന്തമാണെന്ന് നമുക്കിവിടെ പഠിക്കാൻ കഴിയും. തന്റെ പ്രതിശ്രുത വധുവിനെ എതിരേൽക്കുവാൻ ഇസഹാക്ക് ബെർലഹായി വരെ വന്നതുപോലെ ക്രിസ്തുവും തന്റെ കാന്തയായ സഭ എതിരേൽക്കുവാൻ ആമെ സ്വർഗ മഹിമകളെ വെടിഞ്ഞു വന്നു. അപ്പം ധ്യാനം, ഇസഹാക്കിന്റെ ധ്യാനം പ്രതിശ്രുത വധുവിനെ വരവേൽക്കുവാൻ, ക്രിസ്തു തന്റെ സഭയെ സ്വീകരിക്കുവാൻ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഹല്ലേലൂയ. അപ്പൊ ഇസഹാക്കിന്റെ ധ്യാനം വൈകുന്നേരമായപ്പോൾ താൻ തനിയെ പോയി കർത്താവിനെ കുറിച്ചും തന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ചും ധ്യാനിക്കുന്ന ജീവിതം ഇസഹാക്കിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലേ? മറ്റൊരു ധ്യാനപുരുഷനാണ് ദാവീദ്. മറ്റൊരു ധ്യാനപുരുഷൻ എന്ന് പറഞ്ഞാൽ ദാവീദിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹല്ലേലൂയ സങ്കീർത്തന പുസ്തകം 1:2 അവിടെ ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. പിന്നത്തെ ധ്യാനപുരുഷനായ ദാവീദാണ്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എന്നാൽ നീതിമാൻ ചെയ്യേണ്ടത് മാത്രം ചെയ്യുന്നു, അവൻ ദൈവത്തിനെ ചിന്തിക്കുന്നു, തുടർച്ചയായി ധ്യാനിക്കുന്നു, അതിനെക്കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കുന്നു, അത് അനുസരിക്കുന്നു. അല്ലെങ്കിൽ അവനെന്ത് ചെയ്യുന്നു? ഭാഗ്യശാലിയായി മാറും. അപ്പൊ ഈ ഭക്തന്മാരൊക്കെ ദൈവത്തിനെ ധ്യാനിച്ച് അവരുടെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചതുപോലെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അവർ സ്വീകരിച്ചതുപോലെ ഈ കാലഘട്ടത്തിലുള്ള തലമുറയോട് ഞാൻ പറയട്ടെ, യുവാക്കന്മാരോട്, യൗവനക്കാരോട് അല്ലെങ്കിൽ മാതാപിതാക്കളോട് പറയട്ടെ,
തിരിച്ച് ദൈവ മക്കളോട് പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങളുടെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിക്കണമെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ ധ്യാനത്തെങ്കിൽ തീ കത്തണമെങ്കിൽ, നിങ്ങൾ ശരിയായ രീതിയിൽ നാവെടുത്ത് സംസാരിക്കണമെങ്കിൽ, ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ച് കർത്താവായ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കുന്നെങ്കിൽ മാത്രമേ ഹൃദയത്തിനകത്ത് ചൂട് പിടിക്കുകയുള്ളൂ. ഹൃദയത്തിൽ ചൂട് പിടിക്കുകയും വചനം വായിക്കുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. ഈ വചനം വായിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ചൂട് പിടിക്കാൻ തുടങ്ങും. ആത്മാവിന്റെ അഭിഷേകം, ആത്മാവിന്റെ തീ നമ്മളിൽ വെളിപ്പെടാൻ തുടങ്ങും. അപ്പം പരിശുദ്ധാത്മാവിന്റെ തീ കൊണ്ട് മാത്രമേ, പരിശുദ്ധാത്മാവിന്റെ ചൂട് കൊണ്ട് മാത്രമേ നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു തീയുടെ അനുഭവം ഉണ്ടാകത്തുള്ളൂ. ഈ വചനം വായിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് അനേകർക്ക് നമ്മൾ സ്നേഹിക്കുന്നത്, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം വെറും അർത്ഥമില്ലാത്തതാക്കി മാറ്റരുത്. വ്യർത്ഥമായ ജീവിതം നയിക്കരുത്. നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുക എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ ഭൗതിക, ഈ ലോകത്തിന്റെ ലൗകിക കാര്യങ്ങളിലേക്കല്ല. ഹല്ലേലൂയ. ദൈവവചനത്തെക്കുറിച്ച് എരിവ് നമുക്കുണ്ടായിരിക്കണം. ദൈവരാജ്യത്തെക്കുറിച്ച് എരിവ് ഉണ്ടായിരിക്കണം. മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും ഒക്കെ നമുക്ക് വലിയൊരു അറിവ് നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കണം. അങ്ങനെ ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ തന്നെ ഈ ലോകക്കാരോട് കൂടാതെ ലോകത്തിൽ നിന്ന് വേർപെട്ടവനായി നിങ്ങൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നിങ്ങൾ ഹൃദയത്തിനകത്ത് ചൂട് പിടിക്കും. നിങ്ങളുടെ ധ്യാനത്തിൽ തീ കത്തും. നിങ്ങൾ സംസാരിക്കേണ്ടത് ദൈവവചനമാണ്. അത് മറ്റുള്ളവരോട് പറയണമെന്നുള്ളത് ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഇതൊരു വിശുദ്ധന് സംഭവിക്കുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചൂടുണ്ടാകട്ടെ. ഈ ലോകം എന്ന് പറയുന്നത് നമുക്കറിയാം വല്ലാത്തൊരു അനുഭവം. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരു മാധ്യമങ്ങൾ നമുക്ക് കാണാൻ പറ്റത്തില്ല, ഒരു സോഷ്യൽ മീഡിയ ഒരു കാര്യം കയറാൻ പറ്റില്ല, പത്രങ്ങൾ നോക്കാൻ പറ്റത്തില്ല. മുഴുവൻ പെണ്ണു പ്രശ്നമാണ്. മുഴുവൻ പെണ്ണു പ്രശ്നം. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ തെരഞ്ഞെടുത്ത അധികാരത്തിന്റെ കസേരയിൽ കയറിയിരുന്ന നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നവർ മുഴുവൻ പെണ്ണ് കേസിലകപ്പെടുന്നു. അത് ഇടതായാലും വലതായാലും BJP ആയാലും ആരായാലും ഒരുപാട് പെണ്ണ് കേസ്. ശരിയാണോ ഇല്ലയൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇവർ തമ്മിൽ വളരെ വാദപ്രതിവാദങ്ങളും ടൗണിൽ പട്ടണത്തിൽ കൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത പോലെ ഹർത്താലും അട്ടിയും ബഹളവും. ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട അയച്ച് ഈ ഭരണവിപക്ഷ പാർട്ടി മുഖാന്തരം ജനത്തിന് ജീവിക്കാൻ പറ്റത്തില്ല. ജനത്തിന്റെ കാര്യങ്ങളോ ജനത്തിന്റെ ജീവന സ്വത്തിന് സംരക്ഷണമോ ദാരിദ്ര്യം ഒരു കഷ്ടത അനുഭവിക്കുന്നതിനെ കുറിച്ച് അന്വേഷണമേ ഇല്ല. ഹല്ലേലൂയ. റോഡിലൂടെ സൈക്കിൾ പോലും ഓടിച്ചു പോകാൻ വയ്യാത്ത വിധത്തിൽ കുണ്ടും കുഴികളോട് നിറയപ്പെട്ട് മനുഷ്യ ജീവിതം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പെണ്ണ് കേസാ മുഴുവൻ കേരളം നടക്കുന്നത്. ഇവിടെ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ്? ഇവിടെ ജനാധിപത്യം നഷ്ടപ്പെട്ട് മതേതരം നഷ്ടപ്പെട്ട് ഏകാധിപത്യം പോലെ വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കൂട്ടം ജനം. ഹല്ലേലൂയ. ദൈവാധിപത്യം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ കേരളത്തിന്റെ, ഭാരതത്തിന്റെ, ലോക രാജ്യങ്ങളെ കുറിച്ച് ചിന്തിച്ചാലും രാജ്യങ്ങൾ തമ്മിൽ കലഹിക്കുക. അങ്ങനെ നമുക്ക് സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, സന്തോഷമില്ലാതെ മണ്ണിനും പെണ്ണിനും പൊന്നിനും വേണ്ടി ഈ ലോകവും ലോക നേതാക്കന്മാരും തമ്മിലടിക്കുമ്പോൾ എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, നിങ്ങൾ ദാവീദിനെ പോലെ ദൈവസ്നേഹി താണിരുന്നിട്ട് നിങ്ങൾ ദൈവത്തിന്റെ വചനം വായിച്ചു തുടങ്ങണം. അങ്ങനെ വചനം വായിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് ചൂടുപിടിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്നത്തെ മനുഷ്യന്റെ ഹൃദയത്തിന് ചൂടുപിടിക്കുന്നത് എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പലരുടെയും ഹൃദയം ചൂടുപിടിക്കുക. ആണും പെണ്ണും ഇല്ലാതെ സോഷ്യൽ മീഡിയ എല്ലാം ചൂട് പിടിച്ച് ഹൃദയത്തിനകത്ത് വർഗീയത കുത്തി കലർത്തി അണലി വിഷം പോലെ അത് പുറത്തേക്ക് തുപ്പുന്ന എത്ര കാഴ്ചകളാണ്. അതിന്റെ നടുവിലാണ് ക്രൈസ്തവ സമൂഹത്തോടെ പറയുന്നത്, ഈ ജാതികളുടെ കൂടെ നീ ചേർന്നതെന്ന്. അവൻ നാവെടുത്ത് സംസാരിക്കുന്ന അസഭ്യ വാക്കുകൾ നീ പറയാതെ, അവൻ സംസാരിക്കാൻ ചേർന്ന് നിൽക്കാതെ, അവൻ പറയുന്ന വാക്കിന് നീ കീഴെ വിളിക്കാതെ, ഹല്ലേലൂയ, നീ ദൈവത്തോട് ചേർന്നിരുന്ന് നിന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിക്കത്തക്ക നീ ദൈവവചനം ധ്യാനിക്കുന്നതിനെ മക്കളെ അത് പറഞ്ഞു പഠിപ്പിക്കണം. അവർ നാമെടുത്ത് സംസാരിക്കുമ്പോൾ പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്ന 120 പേരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഗ്നിജാല പോലെ പിളർന്ന് അവർ അതിനെ പതിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന അവരെല്ലാവരും അന്യഭാഷ സംസാരിച്ചു. അവർ നാമെടുത്ത് അന്യഭാഷ സംസാരിച്ചു. അവർ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ തുടങ്ങി. അത് നിന്റെ മക്കളെ നാവ് കൊണ്ട് സംസാരിക്കേണ്ട ദൈവത്തിന്റെ വചനമായിരിക്കണം. രക്തം ചെയ്യും. ഈ രാഷ്ട്രീയക്കാരെ പറഞ്ഞ് നീ കുടി പിടിക്കാൻ പോയിട്ട് നിനക്ക് എന്താണ് നേട്ടമുള്ളത്?
അല്ലേലൂയ. എത്ര ഉന്നതന്മാരും എത്ര ഉന്നതാധികാര സ്ഥാനത്തിരിക്കുന്നവരും സ്വഭാവം മാറും അധികാരം കൈകെട്ടി കഴിയുമ്പോൾ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നാണം കെടല്ലേ നമ്മുടെ കേരളം മുഖാന്തരം ഇപ്പൊ അനുഭവിക്കുന്നത്. അല്ലേലൂയ. എവിടെ പെണ്ണ് പ്രശ്നമല്ലാത്ത എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? അല്ലേ, നിങ്ങൾ ചിന്തിച്ച് നോക്കണ്ടോ? നിങ്ങൾ ഈ പാർശ്വ ദൈവത്തിന് പ്രസംഗിക്കാണ് സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. ലേലിയ. അതിലേക്ക് ന്യായമായി സത്യസന്ധമായി ക്രൈസ്തവ ജീവിതം നയിക്കുന്ന ക്രൈസ്തവർക്കെതിരെ വലിയ പകപോക്ക് നടക്കുക. അവരെന്ത് ചെയ്തിട്ടാണ്? ക്രൈസ്തവ സമൂഹം എന്ത് ചെയ്തു? നിങ്ങൾക്ക് ഇവിടുത്തെ മറ്റു പാർട്ടികൾക്ക്, മറ്റ് ജനങ്ങൾക്ക്, മറ്റ് ജാതികൾക്ക് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ലേലിയ. അവർ ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. അവരാരെയും ദ്രോഹിക്കത്തില്ല. അവരാരെയും ചീത്ത വിളിക്കത്തില്ല. അവരാരുടെയും ഒരു പൊതുമുതലും തന്നെ അടിക്കാൻ വരത്തില്ല. അവർക്ക് ധർണയില്ല, ബന്ധില്ല, കർത്തനില്ല, പൊതുമുതലം ഒന്നും അടിച്ചു പൊട്ടിക്കത്തില്ല. അവർക്കൊരു ദൗത്യമുണ്ട്. അവരെ വിളിച്ച് വേർതിരിച്ച, അവർക്ക് രക്ഷ നൽകിയ, വീണ്ടെടുത്ത് നൽകിയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം ധ്യാനിക്കുക, ഹൃദയത്തെ ചൂടുപിടിക്കുക, വചനം ധ്യാനിക്കുക, നാവെടുത്ത് സംസാരിക്കുക, ജനത്തോട് വിളിച്ചു പറയുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവ്, നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങുക. നിന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിക്കട്ടെ. യേശുക്രിസ്തുവിന് മാത്രമേ ആ ചൂട് നിന്റെ ഉള്ളിൽ പകരാൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, 39 സങ്കീർത്തനം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ച് എന്റെ ധ്യാനത്തെങ്കിൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു എന്ന വചനം വായിക്കുമ്പോൾ അതിൽ 2ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കണം. 2ാമത്തെ വാക്യം, ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു, എന്റെ സങ്കടം പൊങ്ങി വന്നു. നബിക്ക് വർഷം ഉരിയാടാതെ ഊമനെ പോലെ ഇരിക്കുക. അല്ലേലിയ. നന്മയൊക്കെ അല്ലേലിയ ഗണ്യമാക്കാതെ മൗനമായിരിക്കുക. നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ ഈ ഭക്തൻ പറയുന്നേ. അപ്പോൾ എന്ത് ചെയ്തു? സ്തോത്രം. അല്ലേലിയ. പുള്ളിയുടെ ഉള്ളിൽ നിന്ന് സങ്കടം പൊങ്ങി വരിക. അല്ലേലിയ. അപ്പം സ്തോത്രോട് പറഞ്ഞു, ഞാൻ ഉരിയാണ്ടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നൊക്കെ പറയുമ്പോൾ ഇവിടെ 7 വിധം മൗനത്തെ കുറിച്ച് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. അല്ലെ, 7 വിധമാണെന്ന് നോക്കാം, വായിച്ചു നോക്കാം. 1ാമത്തെ മൗനം എന്ന് പറയുന്നത് നിസ്സംഗമായ മൗനം. നിസ്സംഗമായ മൗനം നമുക്കറിയാം. അല്ലേലിയ. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും നിസ്സംഗത പറയും. നമ്മൾ അതിനകത്ത് കൈകടത്താൻ മാറി നിൽക്കും. അല്ലേലിയ. 2ാമത് നയതന്ത്രപരമായ മൗനം. അല്ലേലിയ. 3ാമത് ബുദ്ധിമോശപരമായി ഉണ്ടായ മൗനം. 4 ഉദാസീനമായ മൗനം. 5 സമ്മർദ്ദ നിമിത്തമുള്ള മൗനം. 6 നൈരാശ്യപൂർണമായ മൗനം. 7 സമയോചിതമായ മൗനം. അല്ല, ഇങ്ങനെ വിവിധമായ മൗനത്തിലൂടെ ഈ ഭക്തൻ കടന്നു പോവുകയും, അതുകൊണ്ട് മൗനമായിരുന്ന് ധ്യാനിച്ചാൽ ഹൃദയത്തിന് ചൂട് പിടിക്കും, അപ്പോൾ ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമെന്ന് ദാവീദ് പഠിപ്പിക്കുക. അപ്പൊ ഇങ്ങനെ വിവിധ തലങ്ങളിൽ നമ്മൾ മൗനമായിരിക്കേണ്ടിടത്തൊക്കെ മൗനമായിരിക്കണമെന്നേ. നമ്മളെല്ലായിടത്തും നമ്മുടെ നാവെടുത്ത് സംസാരിക്കരുത്. ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചുള്ള, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചുള്ള, അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ അതോ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവൻ എപ്പോഴും അല്ലേലൂയ മൗനമായിട്ടിരിക്കണം. അല്ലേലൂയ. പലരും വിളിച്ചു പറയും. അല്ലേലൂയ. പലതും വിളിച്ചു പറഞ്ഞ് പലതും കേട്ടിട്ട് നമ്മളും പലതും വിളിച്ചു പറയാതെ നമ്മുടെ ഹൃദയത്തിൽ ചൂട് പിടിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്തെടുത്ത് ദാവീദ് വായിച്ചതുപോലെ, അല്ലേലൂയ, നമ്മളും ദൈവവചനം വായിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങുവാൻ തുടങ്ങും. അപ്പോൾ അഗ്നി നമ്മുടെ ഉള്ളിൽ കത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഹൃദയത്തിൽ ചൂട് പിടിക്കും. മാത്രമല്ല, നാം നാവെടുത്ത് ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും. അല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിനെ സംസാരിച്ചാൽ മതി. അല്ലേലൂയ. അതാണ് പൗലോസ്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അത് നമുക്ക് പ്രസംഗിക്കുവാനുള്ള ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. കാരണം ഈ ലോകത്തിലുള്ള 800 കോടിയിലധികം ജനം ഇപ്പോൾ, കൂടാതെ ഈ ഭൂമി മരിച്ചുപോയ അനേകം ആളുകളുണ്ട്. അല്ലേലൂയ. അവർക്ക് വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണ ഭൂമിയിലേക്ക് വന്നവൻ രക്തം ചെയ്യും. മാനവകുലത്തിന്റെ മുഴുവൻ പാവങ്ങളെ ഏറ്റെടുത്തവൻ, മാനവകുലത്തിന് വേണ്ടി മുഴുവൻ ക്രൂശിനെ യാഗമായി തീർന്നവൻ, ആ കർത്താവിനെ കുറിച്ച് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് സകല ധ്യാനങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ധ്യാനം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തെ, ക്രൂശിൽ നമുക്ക് വേണ്ടി കാരിരുമ്പോണിയാൽ തറയപ്പെട്ട് കിടക്കുന്ന ഉൾക്കിരീടധാരിയായിരിക്കുന്ന വിലാപ്പുറം കുത്തിത്തുറന്ന് ശരീരം ഉഴവുചാരു പോലെ കീറി കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്, ഹല്ലേലൂയ, എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുകളും 10,000 ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞ കർത്താവ് ഇപ്പോൾ എന്ത് ചെയ്യുന്ന ഒരു മാംസപിണ്ഡമായി കിടക്കുക.
ലേലിയ ഉത്തമീത് നമ്മൾ കണ്ടില്ല. എൻ്റെ പ്രിയൻ വെണ്മയും ചുമപ്പുള്ളവൻ 10,000 അതിശ്രേഷ്ഠൻ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ കാൽവരി ക്രൂശിലേക്ക് നോക്കണം. ആ കർത്താവ് ഇപ്പം എങ്ങനെ കിടക്കുന്നത്? തലയിൽ മുൾക്കിരീടം അടിച്ച് കൈകാലിൽ കരിയൊരു പാണിയാൽ വിലാപ്പുറം കുത്തിത്തുറന്ന് ശരീരം ഒഴിവുചാല് പോലെ ആമി കീറിയവനെ നമുക്ക് വേണ്ടി പ്രാണവേദനയിലായിരിക്കുന്ന ആ കർത്താവിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കുവാനുള്ളത്. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെ കുറിച്ചും രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചും ഇവിടുത്തെ ഒരു കായിക താരങ്ങളെക്കുറിച്ചോ സ്പോർട്സ് താരങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ സിനിമാ താരങ്ങളെക്കുറിച്ചോ ഒന്നും അല്ല നമുക്ക് ധ്യാനിക്കാനുള്ളത്. അവരൊന്നും അല്ല നമ്മുടെ റോൾ മോഡൽ. നമ്മുടെ നമുക്ക് ധ്യാനിക്കുവാനുള്ളത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ലോകത്തിൻ്റെതായ രീതിയിലൂടെ പോകുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ നിന്റെ കുടുംബവും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ധ്യാനിക്കണം. ക്രൂശിൽ നിനക്ക് വേണ്ടി വേദന അനുഭവിച്ചത്, ക്രൂശിൽ നിനക്ക് വേണ്ടി രക്തം തന്നവൻ, ആമീൻ, ക്രൂശിൽ നിനക്ക് വേണ്ടി ജീവൻ തന്നവൻ, ലോകത്ത് നിന്നെ വേർതിരിക്കാൻ വേണ്ടി, സാത്താന്റെ കയ്യിൽ നിന്നെ വേർതിരിക്കാൻ വേണ്ടി, പാപത്തിൽ നിന്നെ വേർതിരിക്കാൻ വേണ്ടി കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി യാഗമായി തീർന്ന യേശുവിനെ കുറിച്ച് വേണം നീ ധ്യാനിക്കുവാൻ. രക്തം ചെയ്യും. അല്ലാതെ നമുക്കിവിടെ ഒന്നും ധ്യാനിക്കാനില്ല. നമുക്ക് ധ്യാനിക്കാനുള്ളത് നമ്മുടെ കർത്താവിനെ കുറിച്ച് മാത്രമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഒന്നുകൂടെ ആ വാക്യം എടുത്ത് പറയാം. ഉത്തമഗീതം 5:10, എൻ്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ. ഹല്ലേലൂയ. ആമേ. ശൂരേങ്കാരി തന്റെ പ്രിയനെ കുറിച്ച് പറയുക. അവൻ 10,000 അതിശ്രേഷ്ഠൻ. ആ കർത്താവ് പ്രിയൻ പുതിയ നിയമത്തിൽ കർത്താവ് യേശു ക്രിസ്തുവാണ്. ഇവിടെ വെണ്മയും ചുമപ്പുമുള്ള 10,000 അതിശ്രേഷ്ഠനായിരിക്കുന്ന കർത്താവ് യേശു ക്രൂശിൽ കിടക്കുന്നത് കാണുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാവ് നമ്മുടെ ഹൃദയത്തിൽ ചൂട് പിടിക്കണം. ആ കർത്താവിന്റെ വചനം എടുത്ത് വായിക്കുന്നവരുടെ ധ്യാനത്തെങ്കിൽ തീ കത്തണം. നാം എടുത്ത് അവനെക്കുറിച്ച് വേണം സംസാരിപ്പാൻ, യേശുവിനെ കുറിച്ച് വേണം സംസാരിപ്പാൻ. ഹല്ലേലൂയ. അല്ലാതെ ലോകത്തെക്കുറിച്ചല്ല നമ്മൾ പറയേണ്ടത്. ഇവിടുത്തെ പാപസുഖങ്ങൾ ആറാടി നടക്കുന്നവരല്ല, ആറാടി കൂത്താടി നടക്കട്ടെ. അവനുള്ള ന്യായവിധി ദൈവം വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ജനം ക്രിസ്തുവിനെ കുറിച്ച് പറയണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവിനെ കുറിച്ച് നിങ്ങൾ ധ്യാനിക്കണം. എത്രമാത്രം നിങ്ങൾ കർത്താവിനെ കുറിച്ച് ധ്യാനിക്കുന്നു, അതുപോലെ നിങ്ങളുടെ ഉള്ളിലേക്ക് അഭിഷേകത്തിന്റെ അഗ്നി ഇറങ്ങുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ അഗ്നി നിന്റെ മേൽ ഇറങ്ങി വന്ന് കഴിയുമ്പോൾ ഹല്ലേലൂയ, നിങ്ങളുടെ ഉള്ളിൽ അശുദ്ധിയെ മുഴുവൻ നീക്കുവാൻ തുടങ്ങും, അശുദ്ധി മുഴുവൻ കരിയുവാൻ തുടങ്ങും. അഗ്നി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അഗ്നിക്കകത്ത് പലതും വെന്തു പോകും എന്ന് പറഞ്ഞ പോലെ ആമേ, ഹൃദയത്തിന്റെ ഉള്ളിൽ ചൂടുപിടിച്ച് അഭിഷേകത്തിന്റെ അഗ്നി നിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ അശുദ്ധമായതിനെല്ലാം കരിച്ച് ചാമ്പലാക്കി മാറ്റും. നിങ്ങളെ ദൈവം ശുദ്ധീകരിക്കുക. അതിനു വേണ്ടിയിട്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ വചനം ധ്യാനിക്കണം. നിങ്ങൾ പല ഭാഗത്തും മൗനമായിരിക്കണം. ലോകത്തിന്റെ പലതും കണ്ടിട്ട് നിങ്ങൾ അതിന് മറുപടി പറയാൻ നിൽക്കരുത്, മൗനമായിട്ടിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ ഒരു ദൈവ ഭക്തൻ ഒരിക്കൽ തന്റെ ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെടുത്തി. ഒരു ദൈവഭക്തൻ തന്റെ ജീവിതത്തെ ക്രിസ്തുവിന് പ്രയോജനപ്പെടുത്തി ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. കാരണം അദ്ദേഹം തന്റെ പ്രാർത്ഥനയിൽ 3 ദിവസം ഹല്ലേലൂയ അഥവാ 4 പ്രാവശ്യം ഹല്ലേലൂയ ആമേ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന 3 ദിവസം അതുപോലെ 4 ദിവസം ഹല്ലേലൂയ ഹല്ലേലൂയ 3 ദിവസവും 4 ദിവസവും ഹല്ലേലൂയ അദ്ദേഹം ദൈവസനിൽ വീണ് കിടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു പ്രാർത്ഥനയ്ക്ക് ഇരുന്ന 3-4 ദിവസമൊക്കെ അദ്ദേഹം വീട് കിടന്ന് പ്രാർത്ഥിക്കും, മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കും, വചനം ധ്യാനിക്കും. ആമേൻ. ദൈവത്തെക്കുറിച്ച് നന്നായിട്ട് അദ്ദേഹം വിളിച്ചു പറയാൻ തുടങ്ങും. അങ്ങനെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഹൃദയത്തിൽ ചൂട് പിടിച്ചു. അദ്ദേഹത്തിന്റെ ധ്യാനത്തിൽ തീ കത്തി. ഹല്ലേലൂയ. അദ്ദേഹം നാവെടുത്ത് സംസാരിപ്പാൻ തുടങ്ങി. ഹല്ലേലൂയ. അദ്ദേഹം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹല്ലേലൂയ, മുട്ടിന്മേൽ എന്റെ മുമ്പിൽ മുൾക്കിരീടധാരിയായിരിക്കുന്ന ക്രിസ്തു അദ്ദേഹത്തിന് വെളിപ്പെടാൻ തുടങ്ങി. ആ ഭക്തൻ മുൾക്കിരീടധാരിയായിരിക്കുന്ന കർത്താവിനെ കാണാൻ തുടങ്ങി. മാത്രമല്ല ആ ഭക്തൻ വീണ്ടും ധ്യാനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഭക്തന് 2 കായികളിലും കാര്യം പാടി തറയപ്പെട്ടത് കാണാൻ തുടങ്ങി. മൂന്നാമത് ആ ഭക്തന്റെ ധ്യാനത്തിന് ചൂട് കൂടിക്കൊണ്ടിരുന്നപ്പോൾ കാര്യം പാണിയാൽ തുളയപ്പെട്ട തന്റെ കാലുകളെ കാണാൻ തുടങ്ങി. അദ്ദേഹം മടുത്തു പോയില്ല, വീണ്ടും നിരാശനായില്ല. അദ്ദേഹം വീണ്ടും ദൈവത്തെ ധ്യാനിക്കാൻ തുടങ്ങി. അന്നാലും അദ്ദേഹം കണ്ടു ഉഴവുചാല് പോലെ ശിരസോടുള്ളങ്കാല് വരെ ആമി ഉഴുതു മറിച്ച നിരം പോലെ ആമി കർത്താവിന്റെ ശരീരം കീറി മുറിഞ്ഞ് തന്റെ ശരീരത്തിന് ധാരധാരയായി ഒഴുകുന്ന രക്തം കാണുവാൻ തുടങ്ങി.
ഹല്ലേലൂയ. അങ്ങനെ വീണ്ടും അദ്ദേഹത്തിന് ധ്യാനം വർദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ധ്യാനത്തിൽ നോക്കിയപ്പോൾ കർത്താവിന്റെ വിലാപ്പുറമാണ് കാണുന്നത്. ആ ധ്യാനത്തിൽ കർത്താവിന്റെ വിലാപ്പുറം കണ്ടപ്പോൾ തനിക്ക് വേണ്ടി തന്റെ വിലാപ്പുറത്ത് ശൂലം കൊണ്ട് കുന്തം കൊണ്ട് കുത്തിയ പാട്, അതിൽ കൂടെ വെള്ളവും രക്തവും ഒഴുകുന്നതായിട്ട് ഭക്തൻ കാണാൻ തുടങ്ങി. എന്താ ഭക്തൻ ധ്യാനത്തിൽ എന്താ? തലയിൽ മുൾക്കിരീടം, കൈകളിൽ എന്ത് ചെയ്തു? കരിരുമ്പാണി, കാലിൽ കരിരുമ്പാണി, ശരീരം മുഴുവൻ ഉടവുചാല പോലെ കീറി അവന്റെ വിലാപ്പുറം കുത്തി തുറന്ന് ഈ ഭക്തൻ കാണാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ ഓരോ മുറിവും അദ്ദേഹം കാണുമ്പോഴത്തേനും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ചൂട് കയറി, അദ്ദേഹം ധ്യാനങ്ങൾ തീ കത്തി, അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി. ആ മനുഷ്യന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി. അദ്ദേഹം ദൈവത്തോട് നിലവിളിച്ച് രാത്രാങ്കം വീട് പ്രാർത്ഥിക്കുന്തോറും താൻ അറിയാതെ വലിയൊരു അഭിഷേകം ഇറങ്ങി വന്നു. അഭിഷേകത്തിൽ താൻ പറഞ്ഞു, എന്റെ ശരീരം കൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തണം. എനിക്ക് വേണ്ടി വലിയ കാരിരുപ്പാണികൾ തറയപ്പെട്ട് കിടക്കുന്ന ശരീരം, ഉഴവുചാല് പോലെ കീറിയ ശരീരം, ഇനി ഒരു സ്ഥലത്തും അടിക്കൊള്ളാനില്ല, മുറിവുണ്ടാകാനില്ല. അതുപോലെ ശരീരം കണ്ടാൽ ആളല്ലേ എന്ന് തോന്നുമാറ് വിരൂപമായി കിടക്കുന്ന ശരീരം, അതെന്റെ ശരീരത്തിന് വേണ്ടിയിട്ടാണ്. എന്റെ ശരീരത്തെ ഇത്രയും ഭംഗിയുള്ളതാക്കി മാറ്റുവാൻ വേണ്ടി ക്രൂശിൽ ശരീരം എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് പിന്നത്തെ ഇതിൽ പൗലോസ് എഴുതി വെച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആകിയാൽ നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന്. അപ്പൊ ഈ ഭക്തൻ പ്രാർത്ഥിച്ചത്, ഹല്ലേലൂയ, കർത്താവിന്റെ ക്രൂശിലെ മരണത്തെ കുറിച്ചാണ്. പിന്നത്തെ ഇതിൽ പൗലോസ് നമുക്ക് ഓർമ്മയ്ക്കായിട്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. പ്രിയ, നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ്. പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരം അതിപരിശുദ്ധ സ്ഥലമാണ്. അതുപോലെ പരിശുദ്ധാത്മാവായ ദൈവം അധിവസിക്കാൻ വേണ്ടി നിങ്ങളുടെ ശരീരത്തെ അതിപരിശുദ്ധ സഭയായി, അതിപരിശുദ്ധ സ്ഥലമായി നിങ്ങളുടെ ശരീരത്തെ വേർതിരിച്ചിരിക്കുമ്പോൾ അതിപരിശുദ്ധ സ്ഥലമായിരിക്കുന്ന ശരീരമാകുന്ന മന്ദിരത്തിനകത്തുനിന്ന് കർത്താവിനെ കുറിച്ച് മാത്രം ധ്യാനിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ലോകത്തിന്റെ മാലിന്യങ്ങൾ ചപ്പും ചവറൊന്നും കയറിക്കൊള്ളരുത്. പൗലോസ് കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോൾ തനിക്ക് മുമ്പുണ്ടായതെല്ലാം ചപ്പും ചവറും തന്നെ. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് കർത്താവിന്റെ ശക്തമായി ഓടി. ഹല്ലേലൂയ. പൗലോസിന്റെയൊക്കെ ധ്യാനത്തിൽ തീ കത്തിയുന്ന, പൗലോസിന്റെയൊക്കെ ഹല്ലേലൂയ സ്തോത്രം ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചവനായിരുന്നു. ഹല്ലേലൂയ. പൗലോസൊക്കെ നാവെടുത്ത് സംസാരിച്ച ക്രൂശിനെ കുറിച്ച്, യേശുവിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ച് നമ്മുടെ ധ്യാനത്തെങ്കിൽ തീ കത്തി നാവെടുത്ത് സംസാരിക്കുന്നത് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ചൂട് പിടിച്ച് നമ്മുടെ നമ്മുടെ ധ്യാനം തീ കത്തുമ്പോൾ നമ്മൾ ക്രൂശിലെ കർത്താവിനെ വേണം കാണാൻ. ഹല്ലേലൂയ. ഞാൻ അവതരം വായിച്ചപ്പോൾ ചിന്ത എന്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ ദൈവസിന്ദനും പാടിയിരുന്നിട്ട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ആ ഭക്തന്റെ ഉള്ളിൽ അങ്ങ് ധ്യാനിച്ചപ്പോൾ അദ്ദേഹം കണ്ട മുൾക്കിരീടധാരിയാണല്ലോ, കരിരുപ്പാണിയാൽ തറയപ്പെട്ട കർത്താവിനെയാണല്ലോ. ശരീരം മുഴുവൻ കീറി മുറിവേറ്റ് കിടക്കുന്ന കണ്ടാൽ ആളെല്ലാം തോന്നുമാറി കിടക്കുന്ന ക്രിസ്തുവിനെയാണല്ലോ. ഹല്ലേലൂയ. ആ കർത്താവിനെ എനിക്കും ധ്യാനിക്കാൻ കഴിയണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കേട്ടോ. അത് നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് എനിക്ക് പ്രശ്നം, ഈ ഭൂമിയിൽ ഒന്നും നമുക്ക് നേടുവാനില്ല, ഈ ഭൂമിയിൽ ഒന്നും നമുക്ക് കൊണ്ടുപോകാനില്ല. ഇവിടെ നേടിയതല്ല ഇവിടെ ഇട്ടേച്ച് പോകേണ്ടതാണ്. ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അമ്മയുടെ ഉദരൻ നഗ്നനായി വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. അതുകൊണ്ടാണ് യോബ് പറഞ്ഞത്, ഞാൻ നഗ്നനായി വന്ന് നഗ്നനായി തന്നെ പോകും. ഹല്ലേലൂയ. യോബിന്റെ ജീവിതത്തിൽ എന്തായിരുന്നു? തനിക്ക് 10 മക്കളും മരുമക്കളും ഭാര്യയും, ഹല്ലേലൂയ, അവർ കൊച്ചുമക്കളും ഉണ്ടായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ആടുമാട് കന്നുകാലികളേറെ, ദാസിദാസന്മാരേറെ, എല്ലാം നഷ്ടപ്പെട്ടവനായി, എല്ലാം തകർന്ന് തരിപ്പണമായി, ഒന്നുമില്ലാത്തവനായി, വ്രണം പിടിച്ച് പുഴുവരിക്കുന്ന ശരീരമായി, സ്വന്തം ഭാര്യ പോലും തള്ളിപ്പറഞ്ഞപ്പോഴും ഹല്ലേലൂയ കർത്താവിന്റെ സൻ ഉറച്ചു നിന്നുകൊണ്ട്, ദൈവസനി കർത്താവിന്റെ സൻ ഉറച്ചു നിന്നുകൊണ്ട് തന്റെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു, ഞാൻ നഗ്നനായി വന്നു നഗ്നനായി തന്നെ പോകും. അതേ പ്രിയ സ്നേഹിത, നമ്മൾ നഗ്നനായി വന്നു നഗ്നനായി തന്നെ പോകും. ഒന്നും നമുക്ക് കൊണ്ടുപോകാനില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി ജീവൻ തന്ന, നമുക്ക് വേണ്ടി ക്രൂശിതനായ യേശുവിനെ വേണം ധ്യാനിക്കുവാൻ. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ ഈ വചനമൊക്കെ പറയുമ്പോൾ എന്നെ സ്നേഹിത, ഞാൻ 25 വർഷത്തോളം സ്തോത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്രായം തൊട്ട് 35 വയസ്സ് വരെ ഞാൻ രാഷ്ട്രീയത്തിന് വേണ്ടി കൊടി പിടിച്ചും ഈഗ്രാ വിളിച്ചും ഒക്കെ നടന്നതാണ്. ഹല്ലേലൂയ. അസഭ്യം പറഞ്ഞു, ഇത് വേണ്ട എല്ലാ കൊള്ളരുതാത്ത വാക്കുകളൊക്കെ വിളിച്ചു പറഞ്ഞ് നടന്നു. അതിൽ നിന്നാണ് എന്നെ കർത്താവ് രക്ഷിച്ചത്, അതിൽ നിന്നാണ് എന്നെ കർത്താവ് വിടുവിച്ചത്. എൻ്റെ പാപത്തെ നീക്കിത്തന്ന്, എൻ്റെ ശാപത്തെ നീക്കിത്തന്ന്, എൻ്റെ ഹൃദയത്തെ
എൻ്റെ ഹൃദയത്തിന് ചൂടുപിടിക്കത്തക്ക നിലയിൽ എൻ്റെ ധ്യാനത്തിന് തീ കത്തുവാൻ ഞാൻ നാവെടുത്ത് സംസാരിക്കും ദൈവവചനമാകാൻ വേണ്ടിയിട്ട് കർത്താവിനെ 2000 എന്നെ വിളിച്ച് വേർതിരിച്ചു. ഇതൊക്കെ 25 വർഷമായിട്ട് എൻ്റെ ഹൃദയത്തിന് ചൂട് പിടിച്ച് എൻ്റെ ധ്യാനത്തിന് തീകത്ത് ഞാൻ നാവെടുത്ത് സംസാരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. അതെ, നീ ദൈവസന്നിധിക്ക് മടങ്ങി വരണം. പ്രൈസോ, നിന്റെ മക്കളെ അത് വേണം പറഞ്ഞ് പഠിപ്പിക്കുക. ഇന്നത്തെ കുട്ടികളോട് ചോദിച്ചാൽ, ഇന്നത്തെ തലമുറയോട് ചോദിച്ചാൽ അവർക്ക് സിനിമയുടെ കഥ മാത്രം, റിയാലിറ്റി ഷോയുടെ കോമഡിയുടെ ഭാഗം മാത്രമേ അവർക്ക് പറയാനുള്ളൂ. ഏത് നടനെക്കുറിച്ചും പറയും, ഏത് കോമഡിയെക്കുറിച്ചും പറയും, ഏത് ക്രിക്കറ്റ് താരത്തെക്കുറിച്ചും സ്പോർട്സ് താരത്തെക്കുറിച്ചും അവർ പറയും. രാഷ്ട്രീയ നേതാക്കന്മാരെ കൂടെ പലരും പറയും. പലരുടെ കുഞ്ഞു കുട്ടികൾ പോലും രാഷ്ട്രീയ നേതാക്കന്മാരെയാണ് റോൾ മോഡലായിട്ട് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനം സഹോദര? നിന്റെ മക്കളോട് രാഷ്ട്രീയ നേതാക്കന്മാരെ പറഞ്ഞ് പഠിപ്പിച്ചതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിന്റെ മക്കളോട് യേശുവിനെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കണം. രക്തം ചെയ്യും. നിന്റെ മക്കളോട്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ മക്കളോട്, എല്ലാവർക്കും മാതാപിതാക്കൾ, നിന്റെ മക്കളോട് നീ യേശുവിനെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കണം. ഒരു രാഷ്ട്രീയ നേതാവും ക്രൂശിൽ മരിച്ചിട്ടില്ല. ഒരു ഭരണപ്രദേശ പാർട്ടികളും ക്രൂശിൽ മരിച്ചിട്ടില്ല. ഒരു മത നേതാവും ക്രൂശിൽ മരിച്ചിട്ടില്ല. ഒരു ജാതിയിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും ക്രൂശിൽ നിനക്ക് വേണ്ടി മരിച്ചിട്ടില്ല. നിനക്ക് വേണ്ടി നിന്റെ പാപത്തിന് പരിഹാരം വരുത്തി, പാപത്തെ ശുദ്ധീകരണം വരുത്തി നിനക്ക് വീണ്ടെടുക്കുന്നവൻ, രക്ഷ നിത്യജീവൻ നൽകാൻ വേണ്ടി ഒരേ ഒരുവൻ മരിച്ചു. ആ മരിച്ചവൻ ഭൂമിയിൽ നിന്നുള്ളവനല്ല, ഭൂമിയിൽ നിന്ന് ഉള്ളവനല്ല. അവൻ സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്നവനാ. അവൻ വന്നവനാ. കർത്താവ് യേശു ക്രിസ്തുവാണ് നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്. അതുകൊണ്ട് നിന്റെ ധ്യാനത്തെങ്കിൽ യേശുവിനെ കുറിച്ച് നിന്റെ മക്കളോട് പറയത്തക്ക നിലയിൽ നിന്റെ നാവെടുത്ത് സംസാരിപ്പാൻ ലോകത്തിന്റെ മാലിന്യങ്ങളെ നിന്റെ നാവിൽ നിന്ന് നീക്കിക്കളയണം. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചെല്ലോട് പറയുന്ന ദൂത്, നിന്റെ കുടുംബത്തിനകത്ത് ശുദ്ധീകരണം വരാനുണ്ട്, നിന്റെ ജീവിതത്തിൽ ശുദ്ധീകരണം വരാനുണ്ട്, നിന്റെ സംസാരത്തിൽ ശുദ്ധീകരണം വരുവാനുണ്ട്, നോട്ടത്തിൽ നിന്റെ കേൾവിയിൽ ശുദ്ധീകരണം വരുവാനുണ്ട്. നിന്റെ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ഒരു ശുദ്ധീകരണത്തോടെ നീ നിന്റെ കുടുംബവും കർത്താവിനെ കുറിച്ച് സംസാരിക്കണം, യേശുവിനെ കുറിച്ച് സംസാരിക്കണം. ഹല്ലേലൂയ. അതൊക്കെ നമ്മൾ ഈ ഭക്തനായ ദാവീദിനെ പോലും ഒരു സമർപ്പണം ഉണ്ടാകണം കേട്ടോ. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇന്നത്തെ കൊണ്ട് എല്ലാ കുടുംബങ്ങൾക്കകത്തും കണ്ണുനീരാ, നിലവിളിയാ, ഹല്ലേലൂയ, ദാരിദ്ര്യമാ, പട്ടിണിയാ, സ്തോത്രം. അതിൻ്റെയൊക്കെ നടുവിൽ ഹല്ലേലൂയ സുബോധമില്ലാത്ത ഒരു കൂട്ടം ജനം ഹല്ലേലൂയ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. രക്തം ചെയ്യും. മുട്ടിന് കള്ളുഷാപ്പും മുട്ടിന് ബാറുകളുമായി മുട്ടിന് ചൂതാട്ട കേന്ദ്രങ്ങളും അസന്മാർഗമായി ജീവിതങ്ങൾ കൊണ്ട് നിറയപ്പെട്ടു. കേരളം മുഴുവൻ സാത്താനി ആരാധന പെരുകി, ഓൺലൈൻ മുഴുവൻ സാത്താനി ആരാധന പെരുകി. സകല ജനത്തെയും പാപത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകത്തക്ക നിലയിൽ പിശാച് എല്ലാ മേഖലകളും കൈയടക്കിക്കൊണ്ടിരിക്കുക. സകല മനുഷ്യരും വഞ്ചിതരാക്കിക്കൊണ്ടിരിക്കുക. അതിന്റെ നടുവിൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ വഞ്ചിക്കപ്പെടരുത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ നിന്റെ മക്കളും നീ നിന്റെ ഭർത്താവും വഞ്ചിക്കപ്പെടരുത്. പിശാചിന്റെ കണ്ണുകൾക്ക് ഇമ്പമായത് പലതും കൊണ്ടുത്തരും. എന്റെ കണ്ണുകളെ രസിപ്പിക്കുന്ന, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന, ജഡത്തിൽ സന്തോഷം കൊണ്ടുത്തരുന്ന പലതും നിന്റെ കൺമുമ്പിൽ കൊണ്ടയിട്ട് തന്ന് പിശാചിനെ വലിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കും. ഹല്ലേലൂയ. നീ പിശാചിന്റെ കെണിയിൽ അകപ്പെട്ടു പോകരുത്. രക്തം ചെയ്യും. നമ്മൾ പിശാചിന്റെ കെണിയിൽ അകപ്പെടരുത്. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ല. അവൻ തന്ത്രശാലിയ സൂത്രങ്ങളുമായിട്ട് വരും. ഹല്ലേലൂയ. അവനിലേക്ക് പോകരുത്. ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കൂ. ഒറ്റൊരുതേം കൊണ്ട് നടക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു രാഷ്ട്രീയ നേതാവും കയറരുത്. അല്ലെങ്കിൽ ഇന്നത്തെ മത നേതാക്കന്മാർ നിങ്ങൾ മത നേതാക്കന്മാരുടെ രീതി, സംസാരങ്ങളോടെ ചിന്തകൾ കണ്ട് അവരെ കൊണ്ട് നടക്കൂ. അവരെ കൊണ്ട് നടക്കരുത്. നിന്റെ ഹൃദയത്തിൽ യേശുവിനെ കൊണ്ട് നടക്കുക. ഹല്ലേലൂയ. യേശു ആകട്ടെ നിന്റെ ഹൃദയത്തിൽ. സോദരൻ, ഈ ലോകത്തിൽ നമുക്ക് അല്ലെങ്കിൽ പീഡന കേസിൽ പ്രതിയാകത്ത, മോഷണ കേസിൽ പ്രതിയാകത്ത, പിടിച്ചുകൂര കേസിലും കൊള്ളയിലും കൊള്ളത്തലയിലും ഒന്നും കേസിൽ അകപ്പെട്ടു പോകാതെ നീതിമാനായി ജീവിച്ച ഒരുവൻ മാത്രം യേശു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ക്രിസ്തോനായി നമുക്ക് കർത്താവിനെ സ്തുതിപ്പാൻ കഴിയട്ടെ. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് വചനം പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഹൃദയത്തിൽ പ്രാർത്ഥന വെളിപ്പെടുമ്പോൾ നിങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളുടെ യാചനയുടെ ഫലമായി ആത്മാവും ഹല്ലേലൂയ നിങ്ങളുടെ ശരീരവും പ്രാണനും അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ യാചനയുടെ ആത്മാവും കൃപയുടെ ആത്മാവും നിങ്ങളുടെ മേൽ പകരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം.
പ്രാർത്ഥനയുടെ ആത്മാവും യാചനാത്മാവും നിങ്ങളെ മേൽ പകരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, നിങ്ങൾ മണിക്കൂറിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് ശക്തമായ ബലം തരും. ഒടുവിൽ കർത്താവിനും അവന്റെ അമിത ബലത്തിന് ശക്തിപ്പെടുവീൻ. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങൾ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർക്കം ധരിച്ചുകൊള്ളുവിന്ന് എഫെസ്യ ലേഖനം 6:10-12 വായിക്കുന്ന പോലെ നിങ്ങൾ ഒടുവിൽ കർത്താവിനും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണം. ലോകത്തിലല്ല, ഹല്ലേലൂയ, ലോകത്തിലല്ല നമ്മൾ ശക്തിപ്പെടണം, കർത്താവിന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണം. എന്തിനാണ്? ആമേൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ. അല്ലെങ്കിൽ വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്. ഈ അന്ധകാരത്തിൽ ലോകാധിപതിയുണ്ട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയുണ്ട്. നിന്റെ കുടുംബത്തെ തകർക്കാൻ, ഹല്ലേലൂയ, അതിനെ നീ ജയിക്കണം, രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇന്നത്തെ കണ്ടില്ല, ഇന്നത്തെ അനവധി ശുശ്രൂഷകന്മാർ, അനവധി പ്രവാചകന്മാർ ഇറങ്ങി വാശിയും വൈരാഗ്യവും പ്രതികാരം തീർക്കുന്ന ശുശ്രൂഷകൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നില്ലേ? അതിനൊന്നും നീ ചെവി കൊടുക്കരുത്, അതിനൊന്നും നീ ശ്രദ്ധിക്കാൻ പോകരുത്. നിനക്ക് ശ്രദ്ധിക്കേണ്ടത്, നീ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം, ക്രൂശിൽ നമുക്ക് വേണ്ടി ക്രൂശിതനായ യേശു. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയ യേശു, നമുക്ക് വേണ്ടി മഹാബലിയായി മാറിയ യേശു. ഹല്ലേലൂയ. നമുക്കറിയാം, ഓണമാണ്, എല്ലാവരും മഹാബലിയെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുക. ആണ്ടിലൊരിക്കൽ മഹാബലി പാതാളത്തിൽ വന്ന് ചില ദിവസങ്ങൾ മാത്രം ജലത്തോടുകൂടെ പാർക്കുമെന്ന് പറയുന്നു. അത് കഴിയുമ്പോൾ വീണ്ടും അദ്ദേഹം പാതാളത്തിലേക്ക് പോകുന്നു. എന്നാൽ ഇവിടെ കർത്താവാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് വേണ്ടി മഹാബലിയായി തീർന്നത്. അവൻ സ്വർഗമഹിമകളെ വെടിഞ്ഞി ഭൂമിയിലേക്ക് വന്ന് ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മഹാബലിയായി. അവൻ പാതാളത്തിൽ ഒതുങ്ങിപ്പോയവനല്ല, കല്ലറകളെ ഭേദിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് അവൻ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിച്ചു, ദൈവരാജ്യത്തിൽ ഉയർത്തി സ്വർഗാരോഹണം ചെയ്തവനാ. അതുകൊണ്ട് നിനക്ക് വേണ്ടി പരമയാഗമായി മാറിയ യേശുവിനെ നീ ധ്യാനിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദ് പറയുക, 39-1 വാക്യം, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ വഴി കടിഞ്ഞാണിട്ട് കാക്കുമെന്നും പറഞ്ഞു. അതെ, ഹല്ലേലൂയ. അത് എന്താണ്? ആമേൻ. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ. പാപം മുഴുവൻ നാവിലാണ് സംഭവിക്കുന്നത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവയവങ്ങൾ ഏറ്റവും മനോഹരമായ സുന്ദരമായ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി നമ്മൾ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതാണ് നാവ്. ഹല്ലേലൂയ. നാവെന്ന് പറയും നമ്മൾ വായിക്കകത്ത് പുറത്ത് കാണാൻ കഴിയാത്ത വിധത്തിൽ നാവിനെ പല്ലുകൊണ്ടും ചുണ്ടുകൊണ്ടും മറച്ച ദൈവം ഭദ്രമായി ഈ നാവിനെ തന്നിരിക്കുന്നത് എന്തിനാ? ഹല്ലേലൂയ. നിന്റെ നാവ് കൊണ്ട് പാപം ചെയ്യാനല്ല, അപ്പനെയും അമ്മയും സഹോദരങ്ങളെയും ബന്ധുക്കളെയും സഹോദരന്മാരെയും നിന്റെ സഭയെ ദൈവദാസന്മാരെ ചീത്ത വിളിക്കുവാൻ, അസഭ്യം വിളിച്ചു പറയുവാനല്ല. നിനക്ക് നാവ് തന്നിന്റെ ശരീരത്തിൽ ദൈവ സൃഷ്ടിച്ച അവയവങ്ങൾ ഏറ്റവും സുന്ദരമായതൊന്നും നാവ. അത് നുണ പറയുവാനല്ല, കുറ്റം പറയുവാനല്ല, ഏഷണി പറയാനല്ല. ദൈവം നിനക്ക് നാവ് തന്നത്, ദൈവം നിനക്ക് നാവ് തന്നത് ദൈവവചനം ധ്യാനിക്കുവാനാണ്, രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദ് പറയാ, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കും. ഹല്ലേലൂയ. അതെ, നീ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീ നടന്നു പോകുന്ന വഴിയിൽ പലരും നിനക്ക് മുമ്പിൽ എതിർപ്പെടും. പലരും നിനക്ക് മുമ്പിൽ എതിർപ്പെടുമ്പോൾ നിന്റെ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ നീ സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കും ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ. നീ കടന്നു പോകുന്ന വഴിയില്ല ആരുണ്ട്? ദുഷ്ടനുണ്ട്. ദുഷ്ടന്റെ പ്രവൃത്തി ദുഷ്ടത തന്നെയാണ്. ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസിൽ ഇരുപത്തിരിക്കാതെ എന്ന് പറഞ്ഞ പോലെ നിന്റെ മുമ്പിൽ ദുഷ്ടൻ ഇരിക്കുമ്പോൾ അവന്റെ വാക്ക് കേട്ട് നിന്റെ നാവ് കൊണ്ട് പാപം ചെയ്യരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ നാവിനെ കടിഞ്ഞാണിട്ട് കാക്കണം. കുതിരയ്ക്ക് കടിഞ്ഞാണിട്ട് കാക്കുന്നത് പോലെ നമ്മുടെ നാവിനെ എന്ത് ചെയ്യണം? കടിഞ്ഞാണിട്ട് കാക്കണം. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, പൊട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തരവൊന്നും പറഞ്ഞ് നമ്മുടെ സമയം ചെലവഴിക്കരുത്. യേശു കർത്താവ് മധ്യാകാശത്തിൽ വരാൻ സമയമായി. ഹല്ലേലൂയ. കാൽവറിയിൽ നിനക്ക് വേണ്ടി ജീവൻ തന്നവൻ, പിടഞ്ഞ് മരിച്ചവൻ, രക്തം തന്നവൻ, നിന്റെ പാപത്തിന് ശുദ്ധീകരണം വരുത്തിയവൻ, നിത്യജീവനക്ക് തന്നവൻ, സ്വർഗരാജ്യത്തിലേക്ക് വെളിപ്പെടുത്തി തന്നവൻ, അവൻ മധ്യാകാശത്തിൽ തന്റെ ദൂതന്മാരുമായി വെളിപ്പെടാൻ സമയമായി, തന്റെ സഭയെ ചേർക്കാൻ സമയം. അതുകൊണ്ട് നാവ് കൊണ്ട് പാപം ചെയ്തിരിപ്പാൻ നിന്റെ വഴികളെ സൂക്ഷിച്ച് ദുഷ്ടന്റെ മുമ്പിലിരിക്കുമ്പോൾ നിന്റെ നാവിനെ കടിഞ്ഞാണിട്ട് ഹല്ലേലൂയ നീ ഊരിയാടാതെ ഊമനായി നന്മയെ ഗണ്യമാക്കാതെ ഹല്ലേലൂയ നിന്റെ സങ്കടം ഉള്ളിൽ പൊങ്ങി വന്ന് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
നഷ്ടപ്പെട്ടു പോകുന്ന തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, ബന്ധുമിത്രാദികൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന ഭർത്താവിന്റെ മദ്യപാനം മാറുവാൻ, നിന്റെ ഭാര്യയുടെ മദ്യപാനം വഴിവിട്ട ജീവിതം മാറുവാൻ, ഭർത്താവിന്റെ വഴിവിട്ട ജീവിതം, മക്കളുടെ വഴിവിട്ട ജീവിതം മാറുവാൻ, അവർ ഈ ലോകത്തിന്റെ ഭാവസുഖങ്ങൾ ലസിക്കാതിരിക്കാൻ വേണ്ടി നീ ഹല്ലേലൂയ നിന്റെ ഉള്ളിൽ സങ്കടം പൊങ്ങി വരട്ടെ. അല്ലെങ്കിൽ നിന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിക്കട്ടെ. നിന്റെ ധ്യാനത്തിൽ തീ കത്തട്ടെ. നീ നാവെടുത്ത് സംസാരിക്കുന്നത് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി കണ്ണിലൂടെ പ്രാർത്ഥിക്കണം. രക്തം ചെയ്യും. നിങ്ങളെന്താ ചെയ്യുന്ന എനിക്കറിയത്തില്ല. ഞാൻ പറയാൻ കാരണം, ഞാൻ മഹാഭാവിയായിരുന്നു, മഹാക്രൂരനായിരുന്നു, ആർക്കും വേണ്ടാത്തവനായിരുന്നു, ആർക്കും കൊള്ളരുതാത്തവനായിരുന്നു. ലോകം എന്നെ വെറുത്തു, ദേശം എന്നെ വെറുത്തു, സമൂഹം എന്നെ വെറുത്തു, സമുദായം എന്നെ വെറുത്തു, വീട്ടുകാർ വെറുത്തു. ആർക്കും വേണ്ടാത്ത ആമിലൊരു സ്തോത്രം, ഒരു പിണ്ഡം എന്നൊക്കെ വേണേൽ പറയാം, ആർക്കും വേണ്ടാത്ത ഒരു കഷ്ണമായി ഞാൻ ഒരിക്കൽ 2000-ലായി മാറി. എന്നാൽ എന്നെ സ്നേഹിച്ചൊരു കർത്താവുണ്ട്, എന്നെ വീണ്ടെടുത്ത കർത്താവുണ്ട്. എന്റെ പാപത്തെ കഴുകി എന്നെ വെടിപ്പാക്കി ശുദ്ധീകരിച്ച് ഹല്ലേലൂയ എന്റെ ഹൃദയത്തിൽ ചൂട് പിടിക്കത്തക്ക നിലയിൽ ആത്മാവിന്റെ അഭിഷേകത്തെ പകർന്ന് എന്റെ ധ്യാനത്തിൽ തീ കത്തക്കത്തക്ക വിധത്തിൽ എന്നെ ശക്തീകരിച്ചൊരു ദൈവമുണ്ട്. ആ കർത്താവിനെ കുറിച്ചാണ് ഞാൻ നാം എടുത്ത് സംസാരിക്കുന്നത്. അത് ലോകം വെറുത്തപ്പോൾ കർത്താവിനോട് ചേർത്ത് പിടിച്ചു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നെ ലോകം വെറുത്താൽ നിന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവമുണ്ട്. രക്തം ചെയ്യും. അതുകൊണ്ട് ഈ ലോകത്തിന്റെ പ്രൗഢഗംഭീരമായ ഒന്നിനും വേണ്ടി, ഈ ലോകത്തിന്റെ സുഖലോലുപമായ ഒന്നിനും വേണ്ടി, ഈ ലോകത്തിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ജഡത്തിന് വേണ്ടി നീ ജീവിക്കരുത്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കരുത്. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി നീ ജീവിക്കരുത്. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ അല്ല അവരെ എന്ത് ഓർക്കുമെന്ന് നീ ചിന്തിക്കരുത്. നിന്നെ ഓർത്തത് യേശുവാണ്. അല്ലെങ്കിൽ ലോകം നിന്നെ ഓർത്തില്ല. പാപത്തിന്റെ ചെളിക്കുണ്ടിൽ വീട് കിടന്നപ്പോൾ, ശാപത്തിന്റെ ചെളിക്കുണ്ടിൽ വീട് കിടന്നപ്പോൾ, മരണയോഗ്യമായി നീ കഴിഞ്ഞപ്പോൾ, മരണം നിന്നെ കാത്തു കിടന്നപ്പോൾ നിന്നെ ഈ ലോകത്തിൽ ആരും ഓർത്തില്ല കേട്ടോ. ഹല്ലേലൂയ. നിന്നെ ഓർത്തോ സ്വർഗത്തിലെ ദൈവമാ. രക്തം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ ദൈവത്തിന് വേണ്ടി പ്രയോജനം മാത്രമല്ല, എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ തീരുമാനങ്ങളെ എല്ലാം കൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് കാൽവരി ക്രൂശിലേക്ക് നിങ്ങൾ കടന്നു വന്ന ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെ കണ്ടിട്ട് നിങ്ങളുടെ പാപത്തിന്റെ ചിന്തകളെ നശിപ്പിക്കാൻ വേണ്ടി യേശുവിന്റെ രക്തത്തെ കുറിച്ച് ധ്യാനിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ തീരുമാനങ്ങളെയും എല്ലാം കൂടെ ഒന്നിച്ച് ഏകോപിപ്പിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ക്രൂശിലേക്ക് വന്ന് ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെ നോക്കിയിട്ട് വേണം, കർത്താവേ, ആ ഒഴുകി ഇറങ്ങിയ രക്തം ഹല്ലേലൂയ എന്റെ മേൽ തളിക്കണമേ. ആ രക്തം നിന്റെ മേൽ വന്നു കഴിയും എന്തിയും നിന്റെ ജീവിതത്തിന്റെ പാപത്തിന്റെ കറകളെ മുഴുവൻ നീക്കിക്കളയും കർത്താവ്. ഹല്ലേലൂയ. കർത്താവിന്റെ പേരുകളെ കുറിച്ച് നീ പറഞ്ഞ് ധ്യാനിക്കണം. അവന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് നീ പറഞ്ഞ് പ്രാർത്ഥിക്കണം. അവൻ ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവന്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ നാമം പറഞ്ഞ് നീ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിന്റെ സ്വഭാവ സവിശേഷതകൾ പറഞ്ഞ് ക്രൂശിലെ മരണത്തെ കുറിച്ച് പറഞ്ഞ് നീ പ്രാർത്ഥിക്കുമ്പോൾ, അതിന്റെ ശക്തമായ വാക്കുകളും ഇമ്പങ്ങളും നിന്റെ ഹൃദയത്തിന് ചൂടുപിടിക്കത്തക്ക നിലയിൽ, ധ്യാനത്തിൽ തീകത്തക്കത്തക്ക നിലയിൽ നാം എടുത്ത് ദൈവത്തിന് പറയേണ്ടതുപോലെ പറയുവാൻ കർത്താവ് നിന്നെ ശക്തനാക്കി മാറ്റും. ഹല്ലേലൂയ. അതെ, നീ ലോകത്തിനുള്ളതല്ല, നീ ദൈവത്തിനുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, നീ ലോകത്തിനുള്ളതല്ല, നീ ദൈവത്തിനുള്ളതാ. ഇനി ചില ദിവസങ്ങൾ കഴിഞ്ഞാൽ മനുഷ്യന്റെ രൂപഭാവങ്ങളെല്ലാം മാറും. മദ്യവും മയക്കുമരുന്ന് ലഹരി കൊണ്ട് കേരളം നിറഞ്ഞു. ഓണത്തിന് വേണ്ടിയിട്ട് അവിടെ ഇവിടെ എല്ലാം മദ്യം സംഭരിച്ചു കഴിഞ്ഞു. ബീവറേജിലൊക്കെ ലോഡ് കണക്കിന് വന്ന് ചാടാൻ തുടങ്ങി. അനവധി ആളുകളുടെ മുമ്പിൽ വന്ന് വേട്ടപ്പെട്ടിയെ പോലെ നായാടിയ നിൽക്കുന്നത് കാണുമ്പോൾ ലജ്ജ തോന്നുന്നുണ്ട്. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വാ. നിത്യജീവന് വേണ്ടി നീ നിന്റെ ഹൃദയത്തെ, നിന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്ക്. നീ കുടിച്ചു മരിക്കുവാനല്ല, നീ ജീവിച്ച് കാണിക്കണം. കുടിച്ചു മരിക്കാൻ വേണ്ടിയിട്ട് പലരും നിന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ ധ്യാനം അവന് പ്രസാദകരമായിരിക്കട്ടെ എന്ന് ദാവീദ് പറയുക. ദാവീദ് പറയാം, 104 സങ്കീർത്തനം ഹല്ലേലൂയ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. 104 സങ്കീർത്തനം 34 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്റെ ധ്യാനം ഒരു പ്രസാദകരമായിരിക്കട്ടെ, ഞാൻ യഹോവയിൽ സന്തോഷിക്കും. അത് നിന്റെ ധ്യാനം ദൈവത്തിന് പ്രസാദകരമായിരിക്കണമെന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഭൂമിയിൽ അസംഖ്യമായ പക്ഷി പർവ്വജാതികളെ, മൃഗങ്ങളെ, നാൽക്കാലികളെ, ഇഴജാതികളെ, അത് കരയിലും കടലിലും ഒക്കെയുമായിട്ട് ദൈവം സൃഷ്ടിച്ചിവിടെ വെച്ചിട്ടുണ്ട്. അവയൊന്നും കർത്താവിനെ ധ്യാനിക്കുവാൻ ധ്യാനിക്കുന്ന അതൊക്കെ ദൈവം അതിന്റെ ആഹാരം കൂടെ പോറ്റി പുലർത്തുകയാണ്. എന്നാൽ മനുഷ്യൻ എന്താണ് ചെയ്തത്? മനുഷ്യനെ ദൈവം തന്റെ സ്വരൂപം സാദൃശ്യം സൃഷ്ടിച്ച് അവന്റെ
എന്റെ മൂക്ക് ജീവശ്വാസം ഊതി അവൻ ആത്മാവ് പ്രാണ ശരീരത്തിൽ ഭൂമിയിലാക്കി വെച്ചിട്ട് പറയുക ആമീൻ നീ ദൈവവചനം ധ്യാനിക്കണം. അതുകൊണ്ടാണ് സംഗീതകാരൻ പറയുന്നത് എന്റെ ധ്യാനം അവന് പ്രസാദകരമായിരിക്കട്ടെ. നീ ധ്യാനിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. നിന്റെ ധ്യാനത്തെങ്കിൽ തീ കത്തണം. നിന്റെ ധ്യാനം എന്ന് മറ്റുള്ളവർക്ക് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരെ പരാജയം കാണാൻ വേണ്ടിയിട്ടില്ല, മറ്റൊരാളുടെ നാശം കാണാൻ വേണ്ടി ആകരുത്. നിന്റെ ധ്യാനം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ആയിരിക്കണം. അത് നിന്റെ കുടുംബത്തിന് ഐശ്വര്യമായി മാറും. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ക്രിസ്തുവിന്റെ വചനം ധ്യാനിച്ചാൽ നിന്റെ കുടുംബം ദൈവത്താൽ മാനിക്കപ്പെടും. ഹല്ലേലൂയ. ഉയർത്തപ്പെടും. നിന്റെ പരാജയങ്ങൾ മാറും, നിന്റെ കഷ്ടതകൾ മാറും, സങ്കടങ്ങൾ മാറും, നിന്റെ ശാപങ്ങൾ മാറും, നിന്റെ തീരാ ദുഃഖങ്ങൾ മാറും. സമാധാനമില്ലാത്തതിന് സമാധാനം തരും, സന്തോഷമില്ലാത്ത ജീവിത സന്തോഷം. നിന്റെ കുടുംബത്തെ ദൈവം പണിയുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പകൽ മടങ്ങി വരണം കേട്ടോ. മടങ്ങി വന്ന് നിന്റെ ഹൃദയത്തിൽ, നിന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിക്കണം. അപ്പൊ ഞാൻ പറയില്ലേ, ഭൂമിയിലുള്ള പലതുകൊണ്ടും നമ്മുടെ ശരീരത്തെ ചൂട് പിടിക്കും. പക്ഷേ ആത്മാവിന് ചൂട് പിടിക്കണമെങ്കിൽ ദൈവ വചനം വായിച്ചെങ്കിൽ മാത്രമേ ആമീൻ ആത്മാവിന് ചൂട് പിടിക്കുള്ളൂ. ആത്മാവിന് ചൂട് പിടിക്കുമ്പോൾ, ഹല്ലേലൂയ, ഹൃദയത്തിന് ചൂട് പിടിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുന്നു, നമ്മളിൽ ആത്മാവിന്റെ അഗ്നി കത്തിക്കൊണ്ടേയിരിക്കും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങളുടെ ദൈവത്തിന് ധ്യാനത്തിന് സന്തോഷമുണ്ടാകുന്നു. നമ്മൾ ദൈവത്തിനെ ധ്യാനിച്ചു കഴിയുമ്പോൾ ഒരു വലിയ സന്തോഷം, ഒരു പ്രസാദകരമാണ്. ദാവീദ് കർത്താവ് ചെയ്ത നന്മകൾ ധ്യാനിക്കുന്തോറും സ്വർഗീയ അഗ്നി ഇറങ്ങുമെന്ന് അദ്ദേഹം പറയുന്നത്. നിങ്ങളറിയാതെ നിങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുന്തോറും നിങ്ങളുടെ ആത്മാവിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിലും പ്രാണ ശരീരത്തിലും ദൈവവചനത്തിന്റെ ശക്തി ഇറങ്ങുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അവിടെ കർത്താവിനെ സ്തുതിക്കുവാനായി ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടി ഏത് സമയം തിരഞ്ഞെടുക്കാം. ഒരുപക്ഷെ നിങ്ങൾ പകലന്തിയോളം പണിയെടുക്കുന്ന വ്യക്തിയായിരിക്കാം, രാത്രിയും ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കും. പക്ഷേ നിനക്ക് കുറച്ച് സമയങ്ങളിൽ വിശ്രമമുണ്ട്. ആ വിശ്രമത്തിനുള്ള സമയത്ത് നീ എപ്പോഴെങ്കിലും ദൈവസ്ഥനെ മാറിയിരുന്ന് നിന്റെ ഉള്ളിലെ ഹൃദയത്തിന് ചൂടുപിടിക്കത്തക്ക നിലയിൽ, നിന്റെ ധ്യാനത്തെങ്കിൽ തീകത്തക്ക നിലയിൽ, നാവെടുത്ത് ക്രിസ്തുവിനെ പ്രസംഗിക്കത്തക്ക നിലയിൽ നീ ദൈവസൻ ചില സമയം വേർതിരിക്കണം. ഹല്ലേലൂയ. ഈ മൊബൈൽ മാറ്റിവെച്ച്, ടി വിയൊക്കെ മാറ്റിവെച്ച് ദൈവത്തിലേക്ക് മടങ്ങുക. എന്തുകൊണ്ടാണ് കുടുംബം തകർക്കപ്പെടുക? എന്തുകൊണ്ടാണ് ജീവിതം? ഇന്നത്തെ ഈ മൊബൈലും ടി വി വന്നുകൂടി, ഈ അസന്മാർഗമായ എല്ലാം വന്നുകൂടി, പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി, ദൈവത്തിന് ധ്യാനം നഷ്ടപ്പെട്ടു പോയി, ക്രിസ്തുവിന്റെ സ്നേഹം കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയി, സാത്താൻ സകല കുടുംബങ്ങൾക്കത്തും പ്രവേശിച്ചു. നീ നിന്റെ കുടുംബം തകർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് പകലിന്റെ മാതാപിത മടങ്ങുക. ക്രിസ്തുവിനെ മാത്രമേ നമുക്ക് ഉയർത്താനുള്ളൂ. യേശുവിനെ മാത്രമേ ഉയർത്താനുള്ളൂ. ലോകത്തിൽ വേറെ ആരെയും നീ ഉയർത്തരുത്. യേശുവിനെ മാത്രമേ നീ ഉയർത്താവുള്ളൂ. അല്ലേ? നമുക്കതുകൊണ്ട് പോലും ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നോക്കിയേ. ഞാൻ ആദ്യം പറഞ്ഞു, അത് നമുക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം വിളിച്ചു പറയാനുള്ളൂ. ഹല്ലേലൂയ. നിന്റെ പേരല്ല ഇവിടെ ഉയർന്നു നിൽക്കേണ്ടത്, നിന്റെ സമ്പത്തിന്, നിന്റെ പ്രമാണം, നിന്റെ പ്രശസ്തിയിൽ ഉയർന്നു നിൽക്കേണ്ടത്. നീ ഒരു കോടീശ്വരനാണ് ലോകം വിളിച്ചു പറയാൻ വേണ്ടിയിട്ടല്ല നീ ജീവിക്കുന്നത്. നിന്റെ ജീവിതം യേശുവിനെ ഉയർത്തുന്നതായിരിക്കണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങൾക്ക് ലഭിക്കുന്ന ഏത് സമയത്തായിരുന്നാലും നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതുകൊണ്ടാണ് എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുന്നുവെന്ന് നമ്മൾ വചനം വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ കിടക്കയിൽ നമ്മൾ ദൈവത്തെ ഓർക്കണം. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ഇന്ന് പകലെന്നെ കേൾക്കുന്ന മാതാവ് കണ്ണുകളടച്ചാട്ട് ഇവിടെ വചനം പറഞ്ഞു, എൻ്റെ ഉള്ളിൽ, ഹല്ലേലൂയ, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ച് ധ്യാനത്തിൽ എത്തിക്കത്തി നാം എടുത്ത് സംസാരിച്ചു. അത് ദൈവത്തിന് വേണ്ടി ഹൃദയത്തെ ഏൽപ്പിച്ചു, യേശുവിനോട് ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാ കഷ്ടങ്ങളും മാറും. നൊമ്പരപ്പെട്ട് ഭാരപ്പെട്ട് കണ്ണുനീരിന്റെ തന്നിലൂടെ കടന്നു പോകുന്ന സ്വഭാവി ഇന്ന് പകൽ നിന്റെ കുടുംബത്തിനകത്ത് കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ കർത്താവിന്റെ വേർതിരിക്കാൻ നീ സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിന്റെ സകല പ്രതിസന്ധികളും മാറും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ലോക രാജ്യങ്ങൾ 800 കോടി ജനം, തലമുറകൾ, ശൈശവത്തിലും ബാല്യ കൗമാരി യൗവനത്തിലും വാർത്തയുടെ അനുഭവത്തിൽ അച്ഛനയാചകർ, ഓർഫനേജ്, ഓട്ടജീവ തടവറയിലായിരിക്കുന്ന കർത്താവിച്ചന ജാതി മത വർഗ വർണ്ണ വ്യത്യാസം പുള്ളിവിട്ട് കൊത്തമാനത്തിൽ എത്താൻ മറക്കുന്ന മാത്യത്തിന് മയക്കു ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്ന തീവ്രവാദ ഭീകര വർഗീയവാദകത്തിൽ കർത്താവ് പെണ്ണിനും മണ്ണിനും പൊന്നിനും വേണ്ടി ജീവിച്ച് അസന്മാർഗത അസ്വസ്ഥത ഉണ്ടാക്കുന്ന അനവധി ആളുകൾ, ഇവിടുത്തെ ഭരണദൂഷ, മറ്റ് മത സാമൂഹ്യ മാധ്യമ മീഡിയ നിൽക്കുന്നവർ,
മറ്റുള്ളവർക്ക് മാറി നിൽക്കേണ്ട സാഹചര്യം പാപത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ കർത്താവ് ജനം മടങ്ങി വന്ന് കാൽവറിയിൽ പരമയാഗമായി മാറിയ യേശുക്രിസ്തുവിനെ കുറിച്ച് ചിന്തിച്ചും ധ്യാനിച്ചും പഠിച്ചും കർത്താവിന് വേണ്ടി വേർതിരിക്കും ഒരു തലമുറയെ, ഒരു കൂട്ടം ജനത്തെ ലോകരാജ്യങ്ങളുടെയും വേർതിരിക്കണമേ. ലോകരാജ്യ വിഭാഗങ്ങൾ കടന്നു കർത്താവിന് വേല ചെയ്യുന്ന ദൈവത്തിന്റെ ദാസ്യദാസന്മാർ സുവിശേഷം മുഖാന്തരം ഉപദ്രവിക്കാൻ ജയിലിൽ കിടക്കുന്ന അനവധികൾ ദൈവമക്കൾ അവർക്ക് വിടുതലും മോചനം കൊടുക്കണമേ. അല്ലേലിയ കർത്താവ് ക്രൈസ്തവ പീഡനങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ അല്ലേലിയ ദൈവജന ഈ ദിവസങ്ങളിൽ അല്ലേലിയ ദൈവത്തോട് ചേർന്ന് പറ്റിയിരിക്കുന്ന ഒരു ആത്മീയ ഉണർവിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പാപത്തിന്റെ വീട്ടിൽ മാറിപ്പോടേക്കേണ്ട കേരളത്തിന്റെ, ഭാരതത്തിന്റെ ലോക ശാപങ്ങൾ മാറിപ്പോകട്ടെ കർത്താവേ. രക്തച്ചൊരിച്ചിലോട് കർത്താവ് ഞങ്ങളുടെ കേരളം, ഭാരതം, ലോക രാജ്യങ്ങളുടെ രക്തത്തിന്റെ നിലവിളി രക്തം നമ്മെ വിടുവിട്ടിരിക്കുമ്പോൾ കർത്താവ് ജനത്തിന് മനസ്സാന്തരം കൊടുക്കണമേ. മടങ്ങിയിട്ട് സകല ശുദ്ധി വിടുവിക്കണം. കർത്താവ് ഒരിക്കൽ കൂടി ജനത്തെ മുഴുവൻ ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.